തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ കണ്ണൂർ CPIM-ൽ നേതൃമാറ്റത്തിനായി അണികളുടെ മുറവിളി കൂടുതൽ ശക്തമാവുകയാണ്. അഴീക്കോട് P. ജയരാജനായി വീണ്ടും ഫ്ലക്സ് ബോർഡ് ഉയർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കൊപ്പം MV ഗോവിന്ദന്റെ വീഴ്ചകളും തോൽവിക്ക് കാരണമായി എന്ന വിമർശനമാണ് പാർട്ടിയിൽ ഉയരുന്നത്. അതിനിടെ തളിപ്പറമ്പിൽ CPIM-ന് കനത്ത തിരിച്ചടി നൽകിയ വിജയത്തിന് പിന്നാലെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി TK ഗോവിന്ദനും ഭാര്യ രമണിയും. സമൂഹമാധ്യമങ്ങളിലെ CPIM ഹാൻഡിലുകൾ തന്നെ നേതൃമാറ്റത്തിനായി ശബ്ദമുയർത്തിയതോടെ സമീപകാലത്തെ തിരഞ്ഞെടുപ്പ് തോൽവികളിൽ ഒന്നുമില്ലാത്ത പ്രതിസന്ധിയാണ് പാർട്ടി നേതൃത്വം നേരിടുന്നത്. MV ഗോവിന്ദനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനുമെതിരെ തളിപ്പറമ്പിൽ ഇന്നലെ പോസ്റ്ററുകൾ പതിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അഴീക്കോട് P. ജയരാജനെ വിളിക്കൂ പാർട്ടിയെ രക്ഷിക്കൂ എന്ന തലക്കെട്ടോടെ പുതിയ ഫ്ലക്സ് ഉയർന്നത്. CPIM-ൽ സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന സംഘടനാ രീതി മറ്റൊന്നായിരിക്കെ അണികളിൽ നിന്നുയർന്ന നേതൃമാറ്റ ആവശ്യം പുകയുന്ന രോഷത്തിന്റെ സൂചനയാണ്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും UDF-ലേക്ക് ഒഴുകിയ CPIM വോട്ടുകൾ തിരിച്ചെത്തണമെങ്കിൽ തൊലിപ്പുറത്തെ ചികിത്സ മാത്രം മതിയാകില്ലെന്നാണ് അണികൾ പങ്കുവയ്ക്കുന്ന വികാരം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സാധാരണ പ്രവർത്തകർക്ക് അപ്രാപ്യമായി മാറിയതിനു പുറമെ സംഘടനാ രംഗത്ത് MV ഗോവിന്ദന്റെ അപക്വമായ ഇടപെടലുകളും തിരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം വിമർശിക്കപ്പെടുന്നുണ്ട്. തളിപ്പറമ്പിലെ വിജയത്തിന് പിന്നാലെ TK ഗോവിന്ദനും ഭാര്യ രമണിയും കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു. ആരു വീട്ടിൽ വന്നാലും സ്വീകരിക്കുമെന്നും പാർട്ടി തള്ളിയോ എന്ന് നോക്കേണ്ട കാര്യമില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി പറഞ്ഞു. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും എന്നാൽ TK ഗോവിന്ദന്റെ നിലപാടിനോട് യോജിപ്പില്ലെന്നും ബിനീഷ് കോടിയേരി പറഞ്ഞു. പിന്നെ എൻ്റെ വീട്ടിൽ വരുന്ന ആളെ സ്വീകരിക്കുന്നത് അത് എൻ്റെയും കുട്ടികളുടെ ഇഷ്ടമാണ്. ആരെൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ സ്നേഹത്തോടെ സ്വീകരിക്കും. ഗോവിന്ദൻ മാഷ് എന്നെ എടുത്തു നടന്നിട്ട് ഒരാളല്ലേ. എത്രമാത്രം ഞങ്ങൾ ഫാമിലിയുമായിട്ട് ബന്ധമുള്ള ആളുകളാണ്, എത്രമാത്രം ഞങ്ങൾ ഒരുമിച്ച് പറയുന്ന കുടുംബങ്ങളായിട്ട് ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ ആ ബന്ധമുള്ള ആളുകൾ ഇത്തരത്തിലുള്ളൊരു നിലപാട് മാഷെടുത്തു. ഞങ്ങൾ ആ നിലപാടിൻ്റെ കൂടെ യോജിക്കുന്നില്ലല്ലോ. സാധാരണ പാർട്ടിക്കെതിരെ ഉയർന്ന വിമർശനക്കുറിപ്പുകളും പോസ്റ്ററുകളും തള്ളുന്ന CPIM ജില്ലാ നേതൃത്വം ഇതുവരെ ഒരു വിശദീകരണവും ഇറക്കിയിട്ടില്ല. ജില്ലയിലുണ്ടായ കനത്ത തോൽവിക്കും വോട്ട് ചോർച്ചയ്ക്കും പിന്നാലെയുണ്ടായ ആഭ്യന്തര കലഹം എങ്ങനെ നേരിടുമെന്ന ആലോചനയിലാണ് നേതൃത്വം. 24 കണ്ണൂർ. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഇടതുമുന്നണിയിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ആവശ്യപ്പെടാൻ CPI തീരുമാനം. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല ഉപനേതാവും വേണമെന്നാവശ്യപ്പെടും. മുന്നണി നേതൃത്വം ഒരാളിലേക്ക് ചുരുങ്ങാതിരിക്കാനാണ് ആവശ്യം ഉന്നയിക്കുന്നത്. CPI-യുടെ നിയമസഭാ കക്ഷി നേതാവായി K. രാജനെ നിശ്ചയിച്ചു. P. പ്രസാദിനെ നിയമസഭാ കക്ഷി ഉപനേതാവായും GR അനിലിനെ പാർട്ടി വിപ്പായും നിശ്ചയിച്ചു. KK വത്സരാജാണ് നിയമസഭാ കക്ഷി സെക്രട്ടറി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.